ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മുടെ അടുത്ത ട്രിപ്പ് ആംസ്റ്റർഡാമിലേക്കാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വഴി എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. പിന്നെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഏകദേശം ഒരു 5-6 മണിക്കൂറുണ്ട് ആംസ്റ്റർഡാം നമുക്ക് ജർമ്മനിയിൽ നിന്ന്. അപ്പം നമ്മളന്ന് കാറിലായാലും ട്രെയിനിലായാലും ഏകദേശം ട്രെയിനിലാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം എത്തി ഫൈനലി. അപ്പോൾ ഈ കാണുന്നത് അവിടെ കൂടുതലും സിറ്റി ഓഫ് കനാൽസ് എന്ന് പറയുള്ളൂ ആംസ്റ്റർഡാം. അപ്പോൾ ആ നേരത്തെ കണ്ടത് അവിടെ മിക്ക ബ്രിഡ്ജുകളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓപ്പണായി ക്ലോസ് ആവും, ഇങ്ങനെ ഷിപ്പ് അല്ലെങ്കിൽ ബോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് മെഷീൻ നമ്മൾ ഗെയ്തൂൺ വില്ലേജ് ഉണ്ട്, അവിടെ ഏറ്റവും, അതായത് വെനിസ് ഓഫ് ദ നോർത്ത് എന്നാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ഭംഗിയുള്ള, എന്താ പറയുക, ഒരു കാർ ഫ്രീ വില്ലേജാണ്, ഭയങ്കര പിക്ചറിസ്ക് വില്ലേജ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തുനിന്ന് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് നമ്മൾ ബുക്ക് ചെയ്യാം നമുക്ക് തന്നെ. അങ്ങനെ നമുക്ക് ആ വില്ലേജിൽ കൂടെ ഇതുപോലെ അവിടുത്തെ ഒരു ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു വില്ലേജ് മൊത്തം കറങ്ങി കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മുടെ തിരിച്ച് പോരുന്നൊരു ഇതാണ്. വെതർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. സോ ഇതാണ് ലാസ്റ്റത്തെ ആ ഒരു വ്യൂ. സോ ബൈ ബൈ ഗീതു. പിന്നെ കൺട്രിയിൽ ഏറ്റവും ഭയങ്കര നമുക്ക് രസമായിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സൈക്കിൾ പാത്ത് ഉണ്ട്. അപ്പോൾ സൈക്കിൾ റൈഡ് ചെയ്യണവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയാണ് അവിടെ, നീറ്റ് ആൻഡ് ക്ലീനാണ്, ഒരുപാട് കൺട്രീസ് പോലെ തന്നെ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് കനാൽസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ നമുക്കവിടെ സിഗ്നൽ ബ്ലോക്ക് കിട്ടുന്ന പോലെ ഇതുപോലെ വലിയ ബോട്ടുകളോ അല്ലെങ്കിൽ ചിലപ്പം ചെറിയ എന്താ പറയുക, ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അങ്ങനെ അത് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ബ്ലോക്ക് പോലെ കിട്ടും. അപ്പോൾ ബ്രിഡ്ജ് ഇങ്ങനെ തുറക്കും. അപ്പോൾ ഇതൊരു എനിക്കൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണിത് കാണുന്നത്. അപ്പോൾ കിയാരയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് ഇത് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാനവിടെ എടുക്കുന്നുണ്ട്. ആ പോയ ഒരു ചെറിയ ബോട്ടിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പം അവിടെ എടുക്കുന്നുണ്ട്. കുറേ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്, കുറേ ബോട്ടുകൾ വെയിറ്റ് ചെയ്ത് ഒരുമിച്ച് അത് പോകാൻ വേണ്ടിയിട്ടാണ് തുറക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിലൊരു ട്യൂലിപ്പ് ഗാർഡൻ കണ്ടു. അതിനുശേഷം ചെറിയ ഹോം ടൂർ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അപ്പോൾ നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തിട്ട് കയറാൻ നിൽക്കുകയാണ്. നൈസ് കാർപ്പറ്റ് അല്ലേ. ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. അപ്പോൾ ചെറിയൊരു റൂം ടൂറാണ്. കയറി കമ്പൻസ് ആയിട്ട് ഇത് കിച്ചൺ,
പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അൽമേറ, ഇതൊരു മാസ്റ്റർ ബെഡ്റൂം വിത്ത് TV. ആൻഡ് ഇവിടുന്ന് ബാൽക്കണി വ്യൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ബെഡ്റൂം കാണിക്കുന്നതിന് മുന്നേ ബാത്റൂം അടിപൊളിയാണ്. സോ എല്ലാവർക്കുള്ള ബാത്ത് ടവൽസ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കുള്ള ക്രീംസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഇറങ്ങണം. ഒരു ചെറിയ കോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നല്ലൊരു ഡിസൈനൊക്കെ വെച്ചിട്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരിത്. ആൻഡ് ഇവിടെ ഒരു TV, ഒരു വലിയ വാർഡ്രോബ്. ആൻഡ് ഇങ്ങനെ പുറത്തേക്ക് ഒരു വ്യൂ. ഇവിടെ ഒരു ബേർഡ്സ് പാർക്കാണ്. നമുക്ക് പിന്നെ വേറെ ദിവസം എക്സ്പ്ലോർ ചെയ്യാം.